ഹായ്, സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യാം. അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് ഒരു ലെസൺ 1 ആയിട്ടാണ് പഠിക്കേണ്ടത്. കഴിഞ്ഞ ദിവസം നമ്മൾ അതിൻ്റെ ഒരു ബേസിക് സ്റ്റഡി ബേസ് ആയിരുന്നു പഠിച്ചത്. അപ്പോൾ ഇന്നൊരു ലെസൺ 1 ആയിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങുകയാണ്. അപ്പോൾ അത് ഒത്തിരി അങ്ങ് അതിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടിരുന്നാൽ അതിങ്ങനെ പറഞ്ഞങ്ങ് പോകും. അതുകൊണ്ട് ഇന്ന് ഞാൻ പറയുകയാണ്, നമുക്ക് പറഞ്ഞങ്ങ് പഠിക്കാം. നിങ്ങൾ ഒരു അധ്യാപകനാണോ? ആർ യു എ ടീച്ചർ? ഒന്നുകൂടി ഞാൻ പറയാം. നിങ്ങൾ ഒരു അധ്യാപകനാണോ? ആർ യു എ ടീച്ചർ? ഇനി ഞാൻ ഒരു അധ്യാപകനാണ്. അതിൻ്റെ ആൻസർ ആയിരുന്നല്ലോ, നിങ്ങളൊരു അധ്യാപകനാണോ? അതിൻ്റെ ആൻസർ എങ്ങനെ? ഞാൻ ഒരു അധ്യാപകനാണ്. ഐ ആം എ ടീച്ചർ. ഐ ആം എ ടീച്ചർ. ഇനി ഞാനൊരു അധ്യാപകനല്ല എന്നെങ്ങനെ പറയാം? ഐ ആം നോട്ട് എ ടീച്ചർ. ഐ ആം നോട്ട് എ ടീച്ചർ. ഇനി ഓർ എന്നുള്ളൊരു വാക്ക് എല്ലാവർക്കും അറിയാം. ഓർ അഥവാ അല്ലെങ്കിൽ എന്നുപയോഗിക്കുന്നതാണ്. ഇംഗ്ലീഷ് അറിയാവുന്നവർക്കെല്ലാം അറിയാം. ഓർ അഥവാ അല്ലെങ്കിൽ. അത് വെച്ച് നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. നിങ്ങൾ ഒരു അധ്യാപകനാണോ അതോ ഒരു വിദ്യാർത്ഥിയാണോ? ഒന്നുകൂടെ ക്വസ്റ്റ്യൻ കേട്ടോണം. നിങ്ങൾ ഒരു അധ്യാപകനാണോ അതോ ഒരു വിദ്യാർത്ഥിയാണോ? ആർ യു എ ടീച്ചർ ഓർ എ സ്റ്റുഡൻറ്റ്? എങ്ങനെ പറയും? ആർ യു എ ടീച്ചർ ഓർ എ സ്റ്റുഡൻറ്റ്? അങ്ങനെ പറയും. അപ്പം ഇനി നമ്മളൊരു കാര്യം പറയുകയാണ്, നിങ്ങൾ വിദ്യാർത്ഥികളാകും. നിങ്ങൾ വിദ്യാർത്ഥികളാകും. അതെങ്ങനെ പറയാം? യു ആർ സ്റ്റുഡൻസ്. സ്റ്റുഡൻ്റ് എന്നുള്ളത് ഒരു വിദ്യാർത്ഥി. സ്റ്റുഡൻസ് എന്ന്